ചിങ്ങം പുലരിയുടെ 1000 ആശംസകൾ. ഇത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ ഷാജഹാനാണ്. ഷൂജഹാൻ ഇവിടെ കൂട്ടപ്പൂലൊരു ചെറിയൊരു മുറുക്കാൻ കടയും ചായ ഇവൻ്റെ ഞാനൊന്നും കൊണ്ട് പറയുന്നില്ല, അവൻ്റെ കുട്ടി പറയണതല്ല. ഇവൻ്റെ ചായ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അത് കുടിക്കുമ്പോൾ ഒരു എന്തോ ഒരു മനസ്സിനും ഒരു നാക്കിനെന്തോ ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ചായ ഷൂജഹാൻ അടിച്ചു തരുന്ന ചായ. അതൊരു പ്രത്യേകം പറയേണ്ട കാര്യമാണ്. പിന്നെ ഇപ്പോഴും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി ഇറച്ചിയും കപ്പയൊക്കെ തുടങ്ങുമെന്നാണ്. ഇറച്ചി കപ്പയൊക്കെ നല്ല സൂപ്പറായിട്ട് അവൻ്റെ വൈഫ് കഴിയും. അപ്പോൾ അത് കച്ചവടം നടത്താനുള്ള പരിപാടിയാണ്. പിന്നെ എന്നെപ്പറ്റി പറയുമ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ജനാർദ്ദൻ സാറിൻ്റെ ഡോക്ടർ ജനാർദ്ദൻ സാർ, അതായത് നമ്മുടെ മോഹൻലാലിനെ വെച്ചിട്ട് നമ്മുടെ സമുദ്രം സിനിമ ചെയ്ത ജനാർദ്ദൻ സാറിൻ്റെ സീരിയലിൽ ഞാനിപ്പോൾ ഒരു എസ്ഐയുടെ വേഷം ചെയ്യാണ്. കുടുംബശ്രീ ശാരദ എന്നാണ് സീരിയലിൻ്റെ പേര്. എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം. പിന്നെ എന്നെ ഇവിടെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഒരു മിമിക്രി കാണിക്കണമെന്ന് അതാണ് എന്ന് പറഞ്ഞേ, നമ്മൾ ചാനലൊരു മിമിക്രി കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. അപ്പോൾ യവൻ എന്നെക്കാളും വലിയ വിദഗ്ധനായ മിമിക്രിക്കാരനാണ്. അപ്പോൾ ഏതായാലും ഞാനൊരു 2-3 ശബ്ദം ആദ്യമായിട്ട് ഇത് നമ്മുടെ മലയാളത്തിൻ്റെ നിത്യഹരിനായകൻ ശ്രീ പ്രേം നസീറായിരുന്നു എത്തിയത്. മലയാളത്തിൻ്റെ നിത്യഹരിനായകൻ ശ്രീ പ്രേം നസീർ. പ്രിയമുള്ള എൻ്റെ മലയാളി, നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് SS വ്ലോഗിൽ. SS വ്ലോഗ് എന്ന് പറയുന്നത് ഇരിക്കുന്ന ഷൂജഹാൻ്റെ ചാനൽ. എല്ലാവരും ഇത് കാണണം, അനുഗ്രഹിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം. കൊച്ചു പൂമ്പാറ്റ്, കൊച്ചു പൂമ്പാറ്റ്, നാട് കറങ്ങണ പൂമ്പാറ്റ്, നോടി വാ. അങ്ങനെയല്ല, അതിങ്ങനെ അടുത്തതായി വന്നത് നമ്മുടെ മലയാളത്തിൻ്റെ കലാഭവൻ മണിച്ചേട്ടനായിരുന്നു. എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കലാഭവൻ മണിച്ചേട്ടൻ്റെ കൂടെ കലാഭവൻ എന്ന ആ ടീമിൻ്റെ കൂടെ കൊച്ചിൻ കലാഭവൻ്റെ കൂടെ മണിച്ചേട്ടൻ്റെ കൂടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ എനിക്ക് നമ്മളെ ടൗൺ ഹാളിൽ ഒരു അവസരം കിട്ടി. അപ്പോൾ മണിച്ചേട്ടൻ്റെ കൂടെ ഒരു പ്രോഗ്രാം. മണിച്ചേട്ടൻ അന്ന് കുറച്ച് സിനിമ മറ്റേ വാണത്തിനെ എറിയതൊരു വട്ടവിളക്ക് മണങ്കിടവേ ഏറ്റി വയ്ക്കോ കുത്തുവിളക്ക് സന്ധിരൻ നമുക്ക് ദൈവമടി. ഈ പാട്ടാണ് മണിച്ചേട്ടൻ അന്ന് വേദിയിൽ പാടിയത്. ഞാനന്ന് പാടിയത് ഇതാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് എൻ്റെ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, എടാ നീ നല്ലപോലെ ചെയ്ത് കേട്ടടാ, നീ നല്ലപോലെ പാടണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ മണിച്ചേട്ടൻ്റെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യേണ്ട ഒരു അവസരം എനിക്ക് കിട്ടിയ ആ ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിൻ്റെ അടുത്തും മണിച്ചേട്ടൻ്റെ അടുത്തൊക്കെ നന്ദി പറയുന്നു. അപ്പോൾ കലാഭവൻ മണിച്ചേട്ടൻ്റെ ചോദിച്ചു, പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ, നിങ്ങളുടെ പണി പറഞ്ഞിട്ടല്ലേ കാര്യമില്ല, എല്ലാവരും ഹാപ്പിയല്ലേ? രാരാരോ രാരിരാരോ രാരാരോ രാരിരാരോ നിന്നെ കാണാനെന്ത് ചന്തോ തങ്കക്കൂടോ നീ ഉറങ്ങ് ഒരുത്തനോട് കണ്ണിറുക്കും വരുത്തനോട് പ്രേമിച്ചിടും വേറൊരുത്തൻ താലി കെട്ടി നിന്നൊരുത്തി കൊണ്ടുപോകും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.